എനിക്ക് കിട്ടിയത് പറഞ്ഞാല് ഒരു ഒരു അങ്ങനത്തെ ഒരു പ്രാങ്ക് കേരളത്തില് എന്നല്ല ആഫ്രിക്ക നാട്ടിൽ വരെ പോലെ ഇറക്കിയിട്ടില്ല. ഓനൊന്ന് തിരിഞ്ഞപ്പോ ഒളിച്ചിക്കാണ്. ഒക്കെ ആ മൂലക്കല് അമ്മായിൻ്റെ ഉള്ളിൽ പോയപ്പോ വീരൻ ചാടി ഒളിച്ചിക്കണ്. പോത്തിന്റെ ലിവറാണ് നിങ്ങൾക്ക് തെരണ്ട് കൂട്ടാൻ വെക്കാന്. ഞാൻ ഏതോ പള്ളി കമ്മിറ്റിക്കാരോ നെഞ്ചത്ത് ഇങ്ങനെ കത്രിക ഇങ്ങനെ കെട്ടുകാര് നല്ല വോട്ടിന്റെ ഇതല്ലേ സീസൺ അല്ലേ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇനി നമ്മളൊരു കിടക്കാച്ച പ്രാങ്ക് വീഡിയോ ചെയ്യാട്ടോ. ആർക്കാന്ന് വെച്ചാൽ നമുക്ക് വയ്യേ കണ്ടത്. അപ്പൊ സിഫിന്റെ ഒപ്പം ബാധിക്കുന്ന കൂടും, നമ്മളൊക്കെ ഒരാളും പാടെ കൂടും. അപ്പൊ എന്തൊക്കെ സാമഗ്രികൾ എന്ന് ഞാൻ കാട്ടിത്തരാം. ഇതൊരു വീഡിയോ ചെയ്യണ്ട, അതിൻ്റെ ഒരു ഡ്രസ്സാട്ടോ. പിന്നെ ഗ്ലൗ ഉണ്ട്, ഒരു ഗ്ലൗ ഉണ്ട്, 3 ഗ്ലൗ ഉണ്ട്. ഒരു സർജിക്കൽ തൊപ്പുണ്ട്, വേറൊരു സർജിക്കൽ തൊപ്പുണ്ട്, വേറൊരു തൊപ്പിണ്ട്. ഞാൻ ഈ തൊപ്പി കിട്ടാൻ ഞാൻ എന്താട്ടി റെയിൻകോട്ടിന് തൊപ്പി എടുത്തിട്ട് ഞാൻ വരിക. പിന്നെ 3 മാസ്ക് ഉണ്ട്. അപ്പൊ ഞാനിത് ചെറിയാപ്പൂവിന്റെ PP കിറ്റാണ്. ഗൾഫിലുള്ള ടൈമിൽ ചെറിയാപ്പൂ കൊറോണയിൽ പെട്ടിട്ട് നാട്ടിൽ വന്നപ്പോൾ അവിടുന്ന് കിട്ടിയൊരു PP കിറ്റാണിത്. ഇത് ഞാനിടും. ഈ തൊപ്പി ഞാൻ ഇടും. ഇത് നമ്മളപ്പം ലാക്ക് കൊടുക്കും, ഇത് സിഫ്നാക്ക് കൊടുക്കും. ഇനി എന്താ പരിപാടി വെച്ചാല് ഈ സാധനം കൊണ്ട് കുറച്ച് ബ്ലഡ് ഉണ്ടാക്കണം. ഗ്ലൗവും കാര്യമൊക്കെ സെറ്റാണ്. ഇത് പിന്നെ ഒരു ഓക്സിജൻ മാസ്ക് മാതിരി ഇത് വെച്ചും കൊടുക്കണം. അപ്പൊ സാധനങ്ങളൊക്കെ ഇനി പാക്ക് ആക്കണം. ടൈം ഏകദേശം 7-8 മണി ആവാനായി. രാവിലെ തന്നെ 8-ന് പണിയെടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഏതായാലും സിഫ്നാന്റെ അവിടെ എത്തുമ്പോ ഞമ്മക്ക് ഏതായാലും കാണട്ടോ. നമ്മളിപ്പോ ഇവിടെ തറവാട്ടിലെത്തിക്കണ്. നിങ്ങളെ കോയിനെ അന്നോ കൊന്നതല്ലേ? എന്നിട്ട് അല്ല അറുത്ത് പറഞ്ഞ് കൊണ്ടുവന്നല്ലേ? എന്നിട്ട് നിങ്ങള് കരഞ്ഞില്ലേ? അതിന് പക കിട്ടണ്ടേ? മാണ്ട കുട്ടികളല്ലേ. ഇന്നലെ എന്റെ കുട്ടീന്റെ ചന്തയൊക്കെ നിങ്ങൾ കണ്ടീനു. ഒക്കെ ഉണ്ടാവും. ഇതിന്റെ ടൗസർ ഊരി തല്ലി 6 മണിക്കാണല്ലോ അതുകൊണ്ട് ടൗസർ ഊരി തല്ലി അതിന്റെ ചവളം തേക്കണ്. അമ്മ മോട്ടനെ തല്ലിക്കൊണ്ട് മോട്ടനെ ശരിയാക്കാനൊന്ന് വന്നിക്കണ തല്ലിക്കോ. മോട്ടനെ കാണാൻ വന്ന പുണ്ണുണ്ടായിട്ട് വേദന. അനി എപ്പോഴെത്തിയേ? രാത്രിയിലെത്തിയേ? പന്തളിച്ചാൻ പോയിട്ടില്ലേ? കഴിച്ചുങ്ങളോ അത്രയും വലിയ അടിപൊളി പ്രാങ്ക്. നല്ല ഉദ്ദേശിച്ചില്ല. അമ്മായിക്കൊന്നും സംഭവം മനസ്സിലായിട്ടില്ല, അമ്മമാർക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ വെല്ലോടെ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ നോക്കി. ചായയും കടിയൊക്കെ ആയോ? നമുക്ക് വന്ന് ചോറുന്നല്ലേ? ചൂടോടെ ദോശ ഉണ്ടാക്കി തരട്ടെ. ചായ കുടിച്ചു. ഓൽക്ക് ചൂടാനാക്കാറല്ലേ കടിഞ്ഞ് നീച്ചുമ്പോ ചൂടാൻ ഉമ്മമാക്ക് എന്താണ്? ഉമ്മമ്മ എന്താ കുട്ടി ഞങ്ങള് കണ്ണൊക്കെ വെക്കാണ്. വരൂല പറഞ്ഞാല് ഇനി കഴിഞ്ഞന്ന് ഓളെ റിലീസാണ്. നമ്മളാളോട് ആ കിടക്കുന്നതാണ് നമ്മളെ. ഒരാള് പിന്നെ ഇവിടെ ഇന്നലെ കളിയൊക്കെ കഴിഞ്ഞന്ന് ഉറങ്ങാണ്. ഞാൻ അതിപ്പോൾ ഇതിനെ ഉണർത്തണം എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറാവട്ടോ. മറ്റോ പിന്നെ നീച്ചരുത്. അവൻ്റെ കണ്ണൊക്കെ ഇന്നലെ കളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങാണ്. ഒളിച്ചപ്പോ വന്നിട്ട് സെറ്റ് പ്രാങ്കാണ് നീച്ചി. എന്താണെന്നോ? നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ ഒരുക്കണം. ബാ, ഒരു പണിയിലേക്ക് നിന്നാ മതി. ഓൻ്റെ ഐപാഡ് അവിടെ ആ റൂമിലല്ലേ? അല്ല ഇപ്പോഴൊന്നും നീച്ചൂലേ? അപ്പോ ഉറങ്ങാണ്. കള്ള വന്നി കളിച്ചാൻ പോയിട്ട് ജയിച്ചോ? തോറ്റോ? അതിനല്ലേ പോയിന്. ആ മോട്ട എന്റെ കുട്ടീന്റെ കല്യാണ വീഡിയോ ഡിലീറ്റ് ആയി പോയതാ.
എന്ത് എന്ത് ഗാലറിന്ന് ഡിലീറ്റ് ആക്കിയേക്കണ സ്റ്റോറേജ് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അത് ശ്രദ്ധിച്ചില്ല. ചിരിച്ചൊടുങ്ങണ ഒരാളാഞ്ഞു. ഞാൻ മൈക്കെടുത്ത മർത്തന്റെ മൈക്കും തരണം കേട്ടോ. ഇതൊന്ന് നീച്ചടാ. ഒരു 8 മിനിറ്റിന്റെ പരിപാടിയുള്ളൂ. ഞങ്ങള് സാമഗ്രികളൊക്കെ കണ്ടോക്കാ. ഓൻ ഇപ്പോഴൊന്നും നീച്ചൂലല്ലോ. ഓൻ 6 മണിക്ക് തുടങ്ങിയാണ് ഇപ്പോഴൊന്നും നീച്ചൂലല്ലോ. അന്നപ്പോ മാലടത്തി കൊണ്ടുവരുമ്പത്തിന് നേരെ സാവും. ഞങ്ങക്ക് വൈകുന്നേരം പോണേ ഗുരുവായൂർ. പിന്നെ അന്നെ പെണ്ണുങ്ങളൊക്കെ നോക്കി വെക്കാരം. എൻ്റെ ഉറക്കം ആസ്വദിച്ചേക്കാരം ഈ വീഡിയോ വരുമ്പോ എല്ലാവരും. എത്ര ടൈം ഇപ്പൊ ഏകദേശം എത്ര പറഞ്ഞ അനിയോ? 11 മണി അല്ല 7 മണിന്നല്ലേ. ഈ ചെങ്ങായിന്റെ മാലൊന്ന് വിട്ടട്ടോ. ഓന ആ ചൂട് പോകാതെ കിടക്കാണ്. അമ്മ ചോദിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങളെ പ്രയോഗം ചെയ്യണ്ട. ഒന്ന് വിളിച്ചുണർത്തിയിട്ടൊന്ന് അറിയിച്ചു കൊടുക്കാൻ. അപ്പൊ എങ്ങനെ ഇത് സക്സസ് ആവും അല്ലേ അമ്മ? ചായ കുടിച്ചങ്ങള് അങ്ങനെ ആകാൻ പറ്റുമോ? മറ്റൊരു അരിയങ്ങളും കൂടി മതിന് അന്ന് ഓരോ പെണ്ണന്ന് പെണ്ണുങ്ങള് പെരക്കാരെന്നേ. ഞാൻ ഉണ്ടായിനല്ലോ പിന്നല്ലേ വന്നത് പണി. ഞാൻ ആശുപത്രിയിൽ ഇനിയപ്പോഴേ അപ്പൊ വരിക ഞാൻ കുഞ്ഞുമ വന്നല്ലോ. ഞങ്ങളെപ്പോഴും പോയി അപ്പളേ ഞാൻ നല്ല ഉറക്ക അവിടെ വന്നിട്ട് കുത്തിരിക്കുകയാണ്. അപ്പൊ സംഭവമൊക്കെ സെറ്റ് ചെയ്യട്ടെ. ക്യാമറന്റെ ആംഗിൾ 1-2 ക്യാമറ 1 മണിയാവും. നീപ്പിച്ച് കൊണ്ടുവരികയാണ്. അനുവിനെ നമ്മള് വല്ല ഉണത്തിങ്ങോട്ട് കാര്യം പറഞ്ഞു കൊടുക്കണം. കാരണം മോട്ടനാണ് നമ്മളെ ടാർഗറ്റ്. അതിനെ ഇങ്ങോട്ട് പറ്റിച്ചില്ലേ? ഇന്നെ തട്ടിക്കൊണ്ടാ നിക്കണ മുതലാരെ പറ്റിച്ചാണ്. അനുവിന് ചിലപ്പോ പെട്ടെന്ന് കത്തും. മോട്ടനെ നമ്മള് ഉമ്മമാനോടും അമ്മായിനോടും അനുവിനോടും പറഞ്ഞിരിക്കണം. മോട്ട മാത്രമുള്ള അറിയാതെ നല്ല ഉറക്കം രാവിലെ ഒന്ന് നീച്ച് കടന്നതായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്പോഴൊന്നും ഓണറിന്റെ ലക്ഷണമല്ല. കോസ്റ്റ്യൂം ഉണ്ടെന്ന് ഇട്ടു. കിറ്റും ഇതൊക്കെ ഇതില് പറഞ്ഞില്ലേ. അപ്പൊ സംഭവമൊക്കെ ഞങ്ങൾ ഓപ്പറേഷന് വേണ്ടി തയ്യാറായി നിക്കട്ടെ. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് 2ാമത് സാധനം ഐറ്റൊക്കെ എടുത്തിട്ടോ. സിഫിനെ എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഇതൊക്കെ ഞാൻ സെറ്റാക്കിയത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറിയ മതി. ഞങ്ങൾ പോണ വാതിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് കാണും. ഒച്ചണ്ടാക്കല്ലേ. അതെ ആടി മുന്നിൽ വണ്ടിന് മുന്നിലൊരു വെള്ള ശീലക്കണ്ടുണ്ട്. ആവുമ്പോ ഇങ്ങനെ ഇതിന്റെ വടിയല്ല, വടി പൊട്ടി. തുടക്കലാട്ടോ. പിന്നെ സർജിക്കൽ തൊപ്പി വെക്ക. അത് നമുക്ക് കിട്ടിയിട്ടില്ലേ. ഇതാ അതിലുണ്ടേന്. ഇത് എല്ലാം ഇടണം. ഞാൻ ആദ്യം തന്നെ ഈ PP കിറ്റ് ഇട്ടിട്ടോ. ആദ്യം മാറ്റിക്കോ. അസിസ്റ്റന്റുമാർക്കാണ് സമയന്റെ ഒരുക്കാനും കഴിഞ്ഞിട്ടോ. എന്താ ഇത്? ചെറിയ ഗൾഫ് പോയാലെന്തൊരു PP കിറ്റിട്ട് അന്റെ മോതിരം പൂജിച്ച മോതിരോ? അന്റെ കണ്ണു പിരികോ മറക്കണം. അങ്ങനെ ഓൾക്ക് PP കിറ്റിട്ടിക്കണ്. ഒരു വെള്ള ടോപ്പ് ഞാൻ എടുത്തക്കണ്. ഹനുവിനൊരു ഫുൾ കയ്യിലൊരു വെള്ള ടോപ്പ് ഒപ്പിച്ചേക്കണ്. അപ്പോൾ ഈ മോതിരം കിട്ടണമില്ലേ? ഡോക്ടർമാർ മോതിരമൊക്കെ ഇടുമല്ലോ. ഗ്ലൗ ഉണ്ടടി. ഗ്ലൗ ഉണ്ട് ആർക്കില്ലല്ലോ. പാടെ തലഞ്ഞിട്ട് കൊക്കോ ചെയ്യണം. എന്തൊക്കെ വരുന്നുണ്ട്. ഇതുപോലെ വെച്ചെടുക്കണതാ. അത് വെറുതെ വെക്കുക. എന്താ പറയാ, കയ്യതൊന്നും ആദ്യം ഇടാൻ അറിയില്ല. ഇനി പിന്നെ രാവിലെ പാത്രം മോറാൻ നിന്നപ്പോഴേ ഒരു ട്യൂബ് ഇത് വിറ്റാട്ടോ. ഞങ്ങൾ ഇതിടുമ്പോൾ ഒരു വെല്ലപ്പളും ഇങ്ങോട്ടോ പോകും. ഗ്ലൗ ഒക്കെ ഇട്ട് പനിച്ച് കഴിഞ്ഞിട്ടില്ല. പിന്നെയും പോയടി ഒരു ഓൾത് കഴിഞ്ഞിട്ടാണ് അതാണ്. ഇനി കത്രിക വെച്ച് കത്രിക നമ്മള് ഇങ്ങനെ തുറന്നു പോലെ മേത്ത് കുറച്ച് കുഴയൊക്കെ ആക്കി എന്താട്ടോ ഒന്ന് പേടിപ്പിച്ച അത്ര ബ്ലഡ് ഇങ്ങനെ മയക്കമാണ്.
കാരണം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കേൾക്കൂല എന്നെ കണ്ടാൽ ആരുമാതിരി അപ്പൊ എന്നെ കണ്ടാലേ എന്റെ പിരിക അറിയുന്നുണ്ട്. പിരിക കണ്ണിന്റെ പിരികം അതാ ഇങ്ങനെ അതെയോ? ആ അങ്ങനെ മതി. അങ്ങനെ അപ്പം ഇട്ടാതി. ഇപ്പൊ പൊന്തിച്ചോ. എങ്ങനെ ആയാലും അറിയാൻ പാടില്ല. അതിന് വരുമ്പോ നെട്ടണം കേട്ടോ. എടീ ആ വണ്ടിന്റെ ഡിക്കിയിലേ ഒരു ശീലക്കണ്ടുണ്ട്. ആ കത്രികമ്മ ഇങ്ങനെ പിടിച്ചിട്ടേ അതില് ശീലക്കണ്ണത്തുമ്പോ ചോരമ്മ മുക്കണ ചോരൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ചോരൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ലിവർ ഫ്രിഡ്ജിലുണ്ട്. അമ്മായി കണ്ട ലിവർ? അമ്മായി കണ്ട നമ്മളപ്പാട്ടും. ഇതിന്റെ കുട്ടീനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നിൽക്കാണ്. ഇത് ഇങ്ങനത്തെ ഉണ്ടാക്കൂല തൊപ്പി കേട്ടോ. പിന്നെ ഇതെന്തിരി അല്ല ആ കയ്യറിട്ട 2 മാസ്ക് സാധനം ഫുള്ള് സെറ്റാട്ടോ. നമുക്ക് ക്യാമറ ഒന്നോന്റെ ഒന്നാലോന്റെ ഒന്ന് ഒപ്പിച്ചണോ? കാരണം 2 ആംഗിൾ എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഒന്ന് കിട്ടാന്ന് കറക്റ്റ് അറിയില്ല. ഇത് കത്രിക കൊണ്ടുവന്നോ? ഇല്ല. കാരണം അപ്പം ഒന്ന് നമ്മള് ഒരു സ്റ്റാൻഡ് ഇതാക്കാം. ആ കറുപ്പില്ലേ ഓലൊന്നും ചോദിച്ചു മൈക്ക് അറിയില്ല ചെയ്ത് ആവശ്യത്തിൽ കച്ച അമ്മായി ആട്ടോന്ന് അറിയില്ലല്ലോ. അപ്പൊ ചോര ഉണ്ടാക്കിയവളൊക്കെ അറിയില്ല. സോപ്പിട്ട് നിർത്തിക്കാണ് അമ്മായിനെ. ഇതൊക്കെ സെറ്റായിട്ട് മോട്ടം കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് നാളെ വരും. ഞാൻ കട്ടിന്റെ ഉള്ളിൽ ഒളിച്ചു നിന്നിട്ട് ഞങ്ങൾ നാളെ വരും. ഇതൊക്കെ പരസ്യത്തിന് കിട്ടിയ സാധനങ്ങളാണ്. നമ്മൾ ശരിക്കും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഇനി ഐപാഡിൽ എന്താണെന്നറിയോ? ഞാൻ യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ എടുത്തിങ്ങനെ ECG പോവൂലേ ബൂം ബൂം ബൂം. അപ്പൊ അതങ്ങ് പിടിച്ചിക്കുക. പിടിച്ചല്ലേ എന്താകും ഒരു ഐഡിയ ഇല്ല. അപ്പൊ ഇതൊരു പ്രേങ്ങാണ്. പ്രേങ്ങിന്റെ രീതിയിൽ കാണുമ്പോ 6 മണിക്ക് നീച്ച് പിന്നെ ഉറങ്ങിയതാണ്. ആരും നെഗറ്റീവ് ഒന്നും പറയരുത്. ഇത് കണ്ട ഓലൊക്കെ പോസിറ്റീവ് ഒക്കെ പറയാ. ഓളെ പിരാകരിൽ ഇന്ന പിരായിക്കോളി പള്ളിയിൽ ഇല്ലേന്ന് എന്റെ തലീന്ന് വന്നതാണ്. അപ്പൊ ഓളെ ആരിതാക്കല് ഒരു വെറൈറ്റി പ്രാങ്ക് വേണം വിചാരിച്ചിട്ടല്ലേ? പ്രാങ്കുകൾ കുറേ ഉണ്ട്. വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു വെറൈറ്റി. കാരണം ഇങ്ങനത്തെ ഒരു പ്രാങ്ക് കേരളത്തിൽ എന്നല്ല ആഫ്രിക്ക നാട്ടിൽ വരെ പോലെ ഇറക്കിയിട്ടില്ല. അപ്പൊ പൊളിഞ്ഞ എന്താപ്പോ അവസ്ഥ? പക്ഷെ മോണ്ടനായതുകൊണ്ട് 11:30 വരെ നമുക്ക് ടൈമുണ്ട്. അത് കഴിഞ്ഞാ പോയിട്ടോ. അപ്പൊ ഞാന് വണ്ടീന്റെ ഉള്ളിൽ നിന്ന് ഒരു വെള്ള ശീലക്കണ കണ്ടോ? ആ ബ്ലഡും ഞാൻ വരുന്നുണ്ട്. ബ്ലഡ് പടിയാണ് പൂച്ചൊക്കെ അതാ അമ്മായി അടുത്ത് ഉടച്ച സ്ഥലല്ലപ്പത്. ഒക്കെ നീക്കിയോ? അമ്മായിക്ക് ഒരു കുപ്പിയൊന്നും കിട്ടിയില്ല പറഞ്ഞു. അത് കൊണ്ടുപോയാവോ? സാറായി. അമ്മാനോട് ചോദിച്ചൊക്കെ വല്ലതും കിട്ടിയോന്ന്. അല്ല അമ്മായി ആ കച്ചിന്റെ ഉള്ളിൽ നിന്നൊരു കുപ്പി കിട്ടിയില്ല. അവിടെ കുപ്പി ഇല്ല നിങ്ങളൊക്കെ കാട്ടില്ല. അമ്മായി എടുത്ത് കളഞ്ഞു കാണു. ഞാൻ കട്ടിന്റെ ചോടി ഞാൻ തുടച്ചപ്പോ അതിന്റെ ഒരു കുപ്പി കിരിങ്ങി. അതൊക്കെ വല്ല നൈസായി ഒഴിവാക്കാണ്. ആ ഒരു പയം നമ്മളെ പയക്കൊല്ലം കഴിഞ്ഞില്ല അമ്മയെ. ആണോ? ഇങ്ങനത്തെ കുരങ്ങന്മാര് ഇവിടെ വരുന്ന അറിയില്ല. അനിയാ എന്താ അനു നെട്ടി വിചിരം വെച്ച് പോയി. എന്താണ്? ഇല്ലല്ല കിട്ടിയോ? ഇല്ലേ ഓനൊന്ന് ഡ്രസ് മാറ്റട്ടെ. ഇവിടെ എന്തോ വലിയ സംഭവം അത് പോണരാനായി. ഇനിയിപ്പോ വേഗം പരിപാടിയൊക്കെ കേട്ടാലോ. അവനോന് വെള്ള ഡ്രസ്സ് എടുത്തിട്ട് ഇടാനോ വിട്ടെ മറ്റേ ഞാനവനെ മൈക്ക് സ്റ്റാൻഡ് കൊടുക്കാൻ പറഞ്ഞിരിക്കണം. ഒരാൾ ഉറങ്ങി നീച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. എത്ര നേരത്തിനാണെന്നൊരു ഐഡിയ ഇല്ല. ഇജ് പോയിരുന്നാ കുറച്ചു നേരം നേരെ കിടക്കൂലേ? വിലയായിട്ട് പോയി ക്ലിയാക്കിയാലോ. മൈക്കും കാര്യമൊക്കെ സെറ്റാക്കണ്ട്. പാവണ്ടായിരുന്നു, ഉറക്കം കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരാളെ
ആ അങ്ങനെ ഒരാളോടെ വെള്ളക്കുപ്പായ ഇട്ടിരിക്കണം, മറ്റോളം ഇട്ടിരിക്കണം. ഇനി നേഴ്സിംഗ് കോട്ട് തട്ടടാ ഒക്കെ ഉണ്ട്. ചെന്തന്നെ വേജാറാണ്. ഞങ്ങളെ കോട്ടാണ് നേഴ്സിംഗ് കോട്ടൊക്കെ എടുത്തിട്ട് കയ്യൊക്കെ ഇട്ട് നോക്കുക. ഫസ്റ്റ് നോക്കുക തപ്പിപ്പിടുത്തക്കാരോ അതിന്റെ തന്തവല്ലോ അവിടെ ഞങ്ങൾക്ക് ഇട്ട് ചെയ്യലുണ്ടേ. ഏതാണൊക്കെ അങ്ങനെ മെയിൻ ലക്ഷ്യം അതാണ്, ഓൻ എങ്ങനെയും നടത്തണം. ഇനി മാസ്ക് ഉണ്ട്. അതിനോട് ഉണ്ടല്ലേ ഒന്നുമില്ലാത്ത ആൾ തുടക്കുക മാസ്ക് മാസ്ക് ഇപ്പൊ പുതിയതാണ് അതൊക്കെ. നല്ല ഫ്രഷാണ്. ആ സ്റ്റെറിലൈസ് ചെയ്തതൊക്കെ. അയ്യോ അനുവിനിപ്പൊ കണ്ടല്ലോ. അനു എല്ലാരും പറയും ചിലപ്പോ ഇത് അറിഞ്ഞുകൊണ്ടാണെന്നൊക്കെ പറയും. തൊള്ളി വിളിച്ചോറിഞ്ഞതാട്ടോ. അനുവിന് എന്തൊരു ഡോക്ടർ ഭാഗ്യം കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് കാണും ഷാളെന്താ കാട്ടുക? തൊപ്പിട്ടോക്ക്. കറുപ്പ് ഷാളിട് അന്നറിയൂ. അതിന് സെറ്റ് ചെയ്യാ മോനെ. ആ കൈത്തിലിടുന്ന സാധനങ്ങള് മോനെ. അതിന്റെ മുള്ളപ്പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊള്ളുന്നതിന് ഇതൊക്കെ കത്രിക. ഇത് ലിവർ കീറി എടുക്കണ കത്രിക. അയ്യോ അനുവിന്റെ കണ്ണ മുടിയൊക്കെ കീറി അഞ്ഞ് തൊപ്പില്ല കേട്ടോ. അതൊക്കെ ഈത്തേടാ 3 തൊപ്പി. എന്റെ വലിയ തൊപ്പില്ല. അത് പോണോർത്താ തോന്നുന്നു. അതൊന്നും ആ അതിലൊക്കെ കൊള്ളും. അതാണ് കീറുന്ന ആളിടുന്ന. ഒരാള് കത്രിക കൈ പിടിച്ചാൽ ഒരാള് ലിവറും പൊടിച്ച്. അതിലും ഒതുങ്ങടോ എൻ്റെ സെറ്റ് കേട്ടോ. ഇതൊക്കെ ഇതൊരാള് ഓനെ സിഫ്നാണ് മൈക്കണത്. ഇതൊരാള് ഓന്റെ മൂത്തക്കാണട്ടാനോ. ഇതൊക്കെ ഓക്സിജൻ മാസ്ക്. അപ്പൊ ഞാൻ പോയിട്ടേ ഒരു വെള്ളം തുണിക്കൊണ്ടുണ്ടാവും കൊണ്ടേട്ടോ. ലിവർ കയ്യിലെടുക്കണം. ചോറ് തൊപ്പി തട്ടണേ. ചോരന്നല്ല ഉണ്ടാക്കിയ ചോരയാണ്. പക്ഷെ ആദ്യം സെറ്റില കൈ മാത്രമൊക്കെ ഞാൻ ആ ശീലക്കാണ് കൊണ്ടുപോയിട്ടടി കൊണ്ടുപോ. ഓനൊന്ന് തിരിഞ്ഞ് പൊളിച്ചിക്കാണ് ഒക്കെ ആ മൂലക്കലി അമ്മായി എൻ്റെ ഉള്ളിൽ പോയപ്പോ വീരൻ ചാടി ഒളിച്ചിക്കണു. അമ്മായിൻ്റെ മുഖമൊന്നും ശരിയല്ല കേട്ടോ. ഇതിലേ ഈ വീഡിയോ ഇതിലൊന്നും ഇട്ടാട്ടോ. ഇതൊന്ന് കേട്ടി. ഇതിന്റെ ഡ്രോപ്പ് തുറക്ക് തിരിച്ച് പിടിച്ചോണ്ടി. ഇത് ഓഫാക്കി ക്യാമറ ഓഫാക്കി ഒരു വീഡിയോ ആയിട്ടുണ്ട്. കയറ്റിയിട്ട് കാണാം. ഒരു മൂലക്ക് തൊപ്പിരുന്നു. അപ്പോൾ അതിന് ഒക്കെ സെറ്റാക്കി. എന്താടാ അത്? അതൊക്കെ സെറ്റാക്കിക്കണ്. അപ്പം ഇനി കണ്ണ് തുറന്നാൽ മാത്രം മതി. അമ്മായി ഇവിടെ വന്നിട്ടുണ്ട്. ആകാംക്ഷയിൽ വന്നിരിക്കുകയാണ്. എൻ്റെ കുട്ടീനെ കാട്ടാണ് പറഞ്ഞാണ്ട് ഒന്നും കാട്ടൂല. നേരെ എത്താക്കൂല. ഓ അങ്ങനെ ഇതാര കയ്യോറേ. അതിന്റെ പോത്തിന്റെ ലിവറാണ്. നിങ്ങൾക്ക് തരണ്ട് കൂട്ടാൻ വെക്കാന് ഉണ്ടാതൊക്കെ. പോത്തിന്റെ ലിവറാണ് തരും. അത് ഫുഡ് കളറാണ്. അപ്പൊ ഈ കത്തിക നിർത്തരോ. എന്റെ കുട്ടീനെ എന്താ കാട്ടിട്ട് സമന ഉണ്ടാതെന്നാൽ ഇവർ കൂട്ടാൻ വെക്കാൻ തരാം.
ഇവരൊന്നും വേണ്ട. എങ്ങനെ ഓനറിയില്ല ഇപ്പൊ ഒന്ന് കണ്ണൂർന്നൊക്കെ ഉറങ്ങില്ലേ, അങ്ങനെ പേടിച്ചൊന്നുമില്ല. സെറ്റല്ലേ സമ്മതിച്ചും തോന്നില്ല. നിങ്ങൾ തീരെ ലൈലി നോക്കണ്ട ആർക്കാന് മാസ്ക് ഒന്നും നേരത്തിട്ടാണ് കുയിലിന്റെ തീരുള്ള ഈ തൊപ്പി എന്താ ചോരയാണ് കഴിച്ചത്. നിങ്ങളുടെ കുട്ടിനൊന്നും കാട്ടൂല. ഐപാഡ് എടുത്തോ, ഇത് എന്റെ ഫോണിന്റെ ആംഗിൾ റെഡിയാക്കുന്നത്. എന്റെ ഫോണോടെ ഇതൊക്കെ പിടിച്ചാണെങ്കിൽ ഇങ്ങനെ ഇത് സൈലന്റ് ആക്കിയില്ലേ? ഓക്കെ അനു ജി ഞാനേ ഇത് കൊടുക്കൂട്ടോ, ഒന്ന് ശ്വാസം കൊടുക്കൂട്ടോ. അപ്പൊ തന്റെ കയ്യിലുണ്ടാവണം, അല്ലാത്ത ഇവറ് എങ്ങനെ കയ്യിൽ അന്നെ വേഗം മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഞങ്ങൾ രണ്ടാളി മനസ്സിലാകുന്നുണ്ട്. അത് ഞാനൊന്ന് ഇത് പിടിച്ചോ ഇനി എന്താ അറിയോ, അപ്പൊ ഞങ്ങൾ ഇനി തുടങ്ങാൻ പോട്ടെ. ഇത് ഓന് കൊടുക്കണം, ക്യാമറ അവിടെ വെക്കണം. ക്യാമറ അവിടെ വെക്കണേ. എന്തരീ അറിയില്ല, കജുമാറി പോയിനെ ആ ചോര അത് പഞ്ഞ് അതിന് പോട്ടെ. അല്ല ഇവിടെ എന്താ കൊറോണക്കാരൊക്കെ ചോദിച്ചു നീച്ച് വരികയാണെങ്കിൽ കയ്യതൊക്കെ ചോരന്നല്ല ഫുഡ് കളറാമായി പേടിച്ച 15 ഉറുപ്പിന്റെ കളറാ. ഞാൻ ആരും കൊന്നിട്ടൊന്നും വരില്ല. രാവിലെ ലിവർ 60 ഉറുപ്പ്യ പൈസ ചൂണ്ടിട്ടോ. മാസ്ക് മാസ്ക് 10 ഉറുപ്പ്യ. 30 കയ്യോടെ 30. എന്തിനാ ഇനി വേണ്ട, ഇനി മതി. ഉമ്മക്കൊന്നും ഉണ്ടായിട്ട് ഇല്ല. എന്താ പിന്നെ ഇല്ല, പേടിച്ചൊന്നുമില്ല. പേടിച്ചൂല, എത്രക്കുള്ള കുട്ടിയൊന്നല്ലല്ലത്. ഉമ്മല്ലേ കളിക്കുമ്പോ പോയി. ഇന്നാള് പോയാതിരി ഇന്നാള് സമനെ പ്രാങ്ക് ചെയ്തോ. ഞാൻ നെഞ്ച് പടക്കുണ്ടോക്കട്ടെ, അതൊക്കെ കാണന്നെ ആവോന്. ഞാൻ വേഗം പരിപാടി വെച്ചു. കാര്യണ്ടോ ചെടിയോട് എങ്ങനെ പോണേ ഈ ക്യാമറ നട്ടുക. ആദ്യം പോയി ക്യാമറ സെറ്റ് ചെയ്യണ്ടില്ലേ. എന്താണ് ഇരുട്ടാവണം. നിങ്ങളിപ്പോ മൂട് കൊണ്ടിട്ട് ഇരുട്ട് വരാൻ നിങ്ങളെ കാണും. ആ ഫോണിലെടുക്കുന്നുണ്ട്.
സിസ്റ്റർ ലേസർ കത്രിക സ്റ്റിച്ചിടെ കിട്ടി ലിവർ അങ്ങോട്ട് വെച്ചോ കണ്ണടച്ച് കിടക്കണേ സ്റ്റിച്ച് കേട്ടോ ലിവർ ഓക്കെ ആണോ? What is it? Your name is Operation Slow. സൗണ്ടത്തിനൊരു അണക്കല്ലാത്ത അന്നെ നെഞ്ചമർത്തി അമർത്തി കൊയങ്ങിന്നല്ലാതെ ഇതൊരു സെറ്റപ്പ് കാണോ ഓപ്പറേഷൻ ഇതെന്ത് വിചാരിച്ച ലിവറാണത്. ഇതെന്ത് വിചാരിച്ചേ ഇങ്ങോട്ട് തിരിഞ്ഞെടുക്കാൻ പാടില്ല നേരെ പറഞ്ഞിട്ടില്ല ഇനി ചിരിച്ചണ വരെ അപ്പോഴൊക്കെ അന്തം പൊട്ടിക്കുക. ഞാൻ വല്ല വോട്ട് ചോദിച്ചാൽ വേണ്ടി അപ്പൊ എന്റെ നെഞ്ചത് ഇങ്ങനെ പിടിച്ചമർത്തിയതോ? ഞാൻ മസാജ് ഇതല്ല നിങ്ങളെ മകൻ. നിങ്ങളെന്താ പറഞ്ഞേ? നിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? എന്റെ കുട്ടി എന്താണ് സംഭവം? എന്താണ് ഇതെന്താണ് ലിവർ ഒച്ചയുമ്പൊളിയൊക്കെ ഫുൾ സെറ്റപ്പ് ഉണ്ടായിരുന്നാണ് വെയിലൊച്ചയുമ്പൊളിയൊക്കെ ഇട്ടിക്കണോ? ഓന്റെ വിചാരം വോട്ടർമാര് വന്നിട്ട് ഓനോട് പള്ളിയിൽ അച്ഛന്മാർ വോട്ട് വെച്ചാണ് പ്രൊമോഷൻ കിട്ടിയിരിക്കണ ഒരു വോട്ടിന്റെ അതിന് പിന്നാലെയാണ് ഒരാഴ്ച ഇലക്ഷൻ ടൈമല്ലേ ഇപ്പൊ നെറ്റിമൊക്കെ എന്താ തേച്ചു എന്റെ പുള്ളിനെ കറക്കി മിരിയൊക്കെ ചോരയാക്കി ആ ഫോണിന്റെ ഫോണ് അവിടെ പിടിച്ച് നോക്കിയിട്ട് എന്റെ ഫോണാക്കണ് പോയിനിപ്പോ ആര് എന്റെ ഫോണ് ഇതെന്താടി ഇതെന്താ കളറ് കളറ് ചോര ഒറിജിനൽ ചോര ഷംനാന്റെ മേത്ത് നിർത്താ ആണോ? ഞങ്ങള് വിചാരിച്ച ആർത്ത് കരഞ്ഞു റിലേ പോയിക്ക് അന്നം മുട്ട നിക്കണു. പക്ഷെ ഓന്റെ വിചാരം ഞങ്ങള് ഒന്ന് മസാജ് ചെയ്യണോ ഓനെ ഓട്ടരാനേ. എന്തൊക്കെ രണ്ടു വാക്ക് പറയാലോ പറയ്. ഇവിടെ മറ്റേ ലൈറ്റ് ഒക്കെ വേണം മറ്റേ സെറ്റപ്പ് ഒക്കെ അതൊന്നും മാണ്ടില്ല നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താ മതി ഫ്ലാഷ് അടിച്ച് ചെയ്താ മതി എന്നാലോ അല്ല ഇജ്ജ് നാല് പള്ളിയിൽ അച്ഛന്മാരാ വിചാരിച്ചില്ലേ? ഏത് ടോർച്ചോ? ടോർച്ചൊക്കെ നെറ്റി എടി പൊട്ടത്തി ഇതില്ല ഇവിടെ ഏത്? ഒരു വലിയൊരു ലൈറ്റ് ആക്കുന്നുണ്ട് എല്ലാ സെറ്റപ്പ് ഇല്ലായോ? പക്ഷെ ഉണ്ടായാലും അനക്ക് ഇജ്ജ് കത്തൂലല്ലോ. അല്ല ഇജ്ജ് എന്നാലും എന്റെ കുറച്ചേരേലും എന്റെ റിലേ പോയില്ലേ?
തമിഴിലൊരു ഫോട്ടോ എടുക്കണ്ടേ? അതുകൊണ്ടോ ഉറക്കത്തിന്ന് നീച്ചപ്പോ എന്താ കണ്ടത്? ചോദിച്ചപ്പോ കൊറേ പള്ളി കമ്മിറ്റിയാർ വരിക്കുന്നു. അതാണ് അതുപോലെ മസാജ് ചെയ്യാൻ ഞങ്ങള് വന്നാണ് പള്ളിക്കന്ന്. അതാണ് വിറ്റ്. പിന്നെ വോട്ട് ചോദിച്ചാ പാട്ടി നീച്ചേ 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 വോട്ട് വോട്ട്. ബോട്ടിന്റെ ഇതല്ലേ സീസൺ അല്ലേ? നോണ്ടാ നല്ല ആളാട്ടോ. 500 രൂപയുടെ ചെലവുണ്ട്. തന്നെ. തോന്ന് കണ്ടത് വോട്ട്. ഞങ്ങളൊന്ന് പറയാ. പിന്നെ നാളെ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരും. എന്നിട്ട് പേരാണോ പ്രാങ്ക്? എന്നെ ഇജ്ജ് അറിയാതെ ചെയ്യണ്ടേ? എന്നാ തന്നെ പിന്നെ ഓനൊക്കെ ചെയ്തിട്ടു. ഓനൊക്കെ ആകുമ്പോ പേഴ്സ് ചോദിച്ചോളൂ. ആണോ? ഓ നീച്ചു. അതാണ് ഞാൻ ഓനെ പിടിച്ചേന്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നേരെ മേഘി തുടങ്ങി നേരെ വേഗി നീച്ചു. അമ്മായി ചെയ്തിക്കണേ പേടിച്ചില്ലോ. ആ അതാണ് ഞങ്ങൾ എന്നെ പിടിച്ച അമ്മായി പറഞ്ഞു. സമയം അടുത്ത ഞാൻ അമ്മായിനെ ചെയ്യാം. അന്തിക്കൊക്കെ വരണോ? ഇത് ഉച്ചയാകുമ്പോ വന്നിട്ട് കാര്യല്ലേ? നട്ടപ്പാതിരാക്കോ? എന്നിട്ട് വല്ല നിങ്ങക്ക് വല്ലതും പറ്റി എന്നിട്ട് മുന്നോട് പറഞ്ഞോ? മുന്നെന്തിനാ എന്താനിയോ അതിന് ഒറ്റക്ക് ഇട്ടണ്ടേ? പള്ളിയിലായ എന്താ പിന്നെ ചെയ്യല്ലേ? എന്താ പിന്നെ കാട്ടണേ? ജാൻഡത്തുനിന്ന് വല്ലതും പ്രതീക്ഷിച്ച് പോന്നതാണ്. ആ മാസ്ക് ഒന്നും വെച്ചില്ല. ഒക്കെ ഓള് കജ്ജിലോട്ട് ചേർക്കണേ. ഇതൊന്നും വെച്ചിട്ടില്ല. ഓണര് വിചാരിച്ചിട്ടേ കണ്ടില്ലേ? പറയ്. അങ്ങനെ നമ്മളെ പ്രായം റെയിൻകോട്ടോ? ആ കൂട്ട് എന്റെ മേത്താവരുതല്ലോ. എവിടെ ഞങ്ങള് നാശനഷ്ടം വരുത്തിയിട്ടില്ല. ഞങ്ങളെ കറക്റ്റ് ചെയ്ത് അത് തിരുമ്പി തരും. അത് തോറ്റിട്ട് അല്ല എങ്ങനെ ഉണ്ടായിനി? ഇജ്ജ് വിചാരിച്ചിനോ ഉറക്കത്തിൽ എന്റെ ലിവറൊക്കെ ഞങ്ങള് വരുന്ന് വിചാരിച്ചിന്? ഓന്റെ ഫസ്റ്റത്തെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കണ്ടാറിയ ഓന്റെ കിളി വെക്കണാണ്. തോനൊന്നും വേണ്ട. കൊറേ നേരം ഒന്നിടന്ന് ഇങ്ങനെ നോക്കി എന്താ അല്ലേ നല്ല സുഖമുണ്ടല്ലോ. മസാജ് അല്ലേ? സുഖമുണ്ടല്ലോ. ശ്വാസം ഇതാക്കാണ്. CRP തരാടാ ഓട്ട. CPR CRP എന്താ? ലാഭത്തെ ടെസ്റ്റ് CRP ടെസ്റ്റ് അറിയോ ഏതാ? മമ്മക്ക് എന്തൊക്കെ വിചാരിച്ചിക്ക്. മമ്മ വിചാരിച്ചീന് നമ്മ ഞങ്ങൾ ഒഴിവാക്കി പോയിക്കണേ. മകനപ്പൊ കൊല്ലുന്നൊക്കെ വിചാരിച്ചു. എന്റെ കുട്ടീനെ പെട്ടെന്ന് ആകുമ്പോ വീട്ടിലൊരു മമ്മ ആക്കാണ് ഈ മമ്മാനെ കാക്കണായി പേടിച്ച് ആലോചിച്ചൊന്ന് കരുതി. എന്നാ സോഡിയം കേട്ട ഞാൻ ഇവിടുന്ന് ജില്ല കടന്നു പോകേണ്ടി വരും ആശുപത്രിക്ക്. മമ്മ എന്താ വിചാരിച്ചു? മമ്മ എന്താ വിചാരിച്ചു? ആകുമ്പോ പേടിച്ചാക്കോ എന്ത് കാട്ടിയാവോ? ഓ ഒന്നും കാട്ടൂല. ഓ വോട്ടല്ലാതെ കിടക്കാണ്. മസാജ് ചെയ്ത് കൊടുക്കല്ലേ? അപ്പൊ വേറെ എങ്ങനെ പഠിപ്പിച്ചീനല്ലേ ഇത്? ഇത് ഞാനിപ്പോ എനിക്ക് നമ്മക്ക് എന്താ അറിയാലേ ലിവറൊക്കെ ആണോലെ കജ്ജിലേ വിടുവോന്ന് ഓനാകെ കുടുത്തം മുട്ടിട്ടൊന്നുമില്ലോ അല്ലേ? ഓന് വോട്ടൊന്നില്ല. അതാ ഉണ്ടായ. നമ്മളത് ഇല്ല എന്റെ കിളി പോയത് ശരിക്ക്. നമ്മളെന്ത് തിന്ന് എന്നാ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ കണ്ടിട്ടാണോ തത്ത പെരിഞ്ചായി കറക്കണേ എന്നിട്ടല്ലേ കറക്കണേ കുറക്കണേ. ആ കോസ്റ്റ്യൂം ഇതാണ്. ഫൈനൽ ലുക്ക് ഇതാണ്. അനുവിന്റെ ഇറ്റാ. ഇത് ഏതാ ഡ്രസ് എന്നറിയാം എനിക്ക്? ഏതാ? കൊറോണന്റെ ആണ്. ചെറിയ അപ്പ് ഗൾഫിൽ പോയിട്ടേ കൊറോണ ടൈമിൽ കുടുങ്ങിയില്ലേ. അപ്പൊ വിമാനത്തിൽ കയറണമെങ്കിൽ ഇത് ബുക്ക് ചെയ്യണം. 4 കൊല്ലായിട്ട് ഇത് അൽമാരിയിലുണ്ട്. ഇപ്പളാപ്പൊ ഒരു ഉപകാരം കിട്ടി. ഇതാകൊരു സൈസ് ഉള്ളൂ. ഫോട്ടോ എടുക്ക്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു? ചെറിയൊരു ഞെട്ടിച്ച വീഡിയോ ഇനി. പക്ഷെ ഓന് വോട്ട് ചോദിച്ചിട്ട് തിരക്കിലായതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാഴ്ചയായിട്ട് പ്രൊമോഷന്റെ വർക്കായിട്ട് ഈ ലോകം മൊത്തം ഉമ്മാനെ ഗുഡ്സിലും കയറ്റി കജ്ജില്ല. അപ്പൊ അങ്ങനെയായി. അപ്പൊ ഏതായാലും അപ്പൊ റേറ്റ് കണ്ടന്റ് ആയില്ലേ? ഇജ്ജ് പറ. പിന്നെ കണ്ടന്റ് എന്തായാലും ഓ പാർട്ടിന്റെ വെള്ളം പാർട്ടിക്കാരാണ്. വേറെ ആരും തോന്നാൻ കിട്ടിയില്ല. വിചാരിച്ച മാതിരി ഏറ്റില്ല. ഒത്തില്ല. ഇത്രേ കൊറോണന്റെ PP കിറ്റ് ആദ്യമായിട്ടാണ് ഷംനന്റെ പ്രാങ്ക് ഏക്കാതിക്കണത്. അല്ല ഏറ്റക്കണ ഇജ് വോട്ടർമാരാന്ന് വിചാരിച്ചില്ലേ? മസാജ് ചെയ്യാന്ന് വിചാരിച്ചില്ലേ? ഒന്നും വിചാരിച്ചിട്ടില്ലെങ്കി ഓക്കെ. രാവിലെ പെരീത്തെ ചായയും കടിയും ചെരുമ്പേലും ഒക്കെ കഴിച്ചു വരികയാണ്. കുട്ടികളൊക്കെ വിട്ട് വേഗം ഇങ്ങോട്ട് മണ്ടി വന്നാ ഉറങ്ങണേ നീച്ചണീന്റെ മുന്നേ. അപ്പൊ ഓനെ ചായച്ചു ലേറ്റു. നല്ല സമാധാനം ഉണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ പ്രതീക്ഷിച്ചാ മതി. അത്രക്ക് പ്രതീക്ഷിച്ചാ മതി. അനുവിനെ ചെയ്യാൻ പറ്റൂല. അനു പെട്ടെന്ന് നീച്ചു. ഞാൻ ഓനെ ശ്രദ്ധിച്ചിക്കണ്. അനു നീച്ചു. അനു പെട്ടെന്ന് ഞാനൊരു ഇജ് അങ്ങനെയല്ല നീച്ചൂല.
ഞാനെന്താ അറിയോ എനിക്കൊരു ഞങ്ങൾ അന്നെ തിരിച്ചു കടത്തിയത് ചറിഞ്ഞോ? അന്നെ തിരിച്ചു കടത്തിയത് ചറിഞ്ഞോ? അതെന്തുകൊണ്ട് ഞാൻ നേരം ഈ ഉറങ്ങുകൊണ്ടാ ഇവന്റെ അടുത്തേക്ക് രാത്രി പോയാ മതിയേ. ഞാനേ എടാ അനു അവിടുത്തെ ആ ടീമാണ് അങ്ങനെയല്ല. ഓ നേരത്തെ ഉറങ്ങണോടോ നേരത്തെ നീച്ചു. അങ്ങനെയല്ല, എന്റെ ആ ഉറക്കിന്റെ മാല് വരൂല. 3 മണിക്ക് ഉറങ്ങി. ഇവന്റെ അടുത്തേക്ക് ചെല്ലടാ ചെരിഞ്ഞ് കിടക്കേ ഞാനോട് തിരിഞ്ഞ് കിടക്കടാന്നപ്പോ അനുടുത്തോട് കടത്തി തന്നെ. എന്നാലും മോണ്ടം വേഗം നീച്ചു അനുവിനാണ് നീക്കാൻ മതി. ഞാൻ നോർമലി ഗൈസ് എനിക്ക് ചെറിയൊരു സൗണ്ട് കിട്ടിയാ മതി. അപ്പുറത്തെ ചെറിയ സൗണ്ട് ഞാൻ ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ഞാൻ നീച്ചു. ഞങ്ങൾ എന്റെ റൂമില് ഞാൻ ഉറങ്ങിയത് പിന്നെ എന്താണ് ഇവരെന്തേട്ടെന്നറിയാം, ഞാൻ ഉറങ്ങുമ്പോ വന്നുകാണ്ട് ലേറ്റ് ഇട്ടാണ് ഇവര് പോകും. അപ്പൊ ഇവര് ഉറങ്ങുമ്പോ ഞാനും ലേറ്റ് അടിച്ചു. ഇമ്മ കണ്ടല്ലോ, ഇമ്മക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ചത്തുറങ്ങും. ഞാൻ എത്ര കടക്കേക്ക് ഇമ്മ ഇതാക്കാൻ വരുമ്പോഴും പുതപ്പിച്ചു കൊടുക്കുമ്പോഴും അപ്പോഴും ഈ ഉറക്കാക്കിയാലോ എല്ലാരും ഉറക്കത്തില് നല്ല ഉറക്കത്തിൽ എന്നാലും വേഗം ഉണരും ഞാൻ. പെട്ടെന്ന് ഇങ്ങനെ കാണും. പക്ഷെ വേഗം ഞാൻ നീച്ച് ആ ഒരു മാല് കഴിഞ്ഞാ പിന്നെ എനിക്ക് ഉറങ്ങാൻ കഴിയൂല. പിന്നെ ഞാൻ നീച്ച് വന്ന് ചോറുന്നോന്നൊക്കെ നോക്കി വാതിൽ അടച്ചു നോക്കി ഇവരെത്തൊക്കെ വന്ന് നോക്കിട്ട് പിന്നെ ഞാൻ കടക്കും. അല്ല സംഭവം പോസിറ്റീവ്, പക്ഷെ അത് ഏക്കടില്ല. ഇങ്ങോട്ട് നമ്മളോട് പറയുന്നില്ല. ഷംന വണ്ടി വരെ മേലേക്ക് കയറ്റി കണ്ടോ കണ്ടോ? അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടാറ്റാ ബൈ ബൈ. അസ്സലാമു അലൈക്കും. അവിടെയും കൂടി പറഞ്ഞോളി. അസ്സലാമു അലൈക്കും.